ഹായ് നമസ്കാരം. പ്രായം തൊടാതിരിക്കാൻ നമ്മൾ കഴിച്ചിരിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോണത്. പ്രായം എന്തായാലും എല്ലാവർക്കും ആവും, അതൊരു പ്രകൃതി നിയമം തന്നെയാണ്. പക്ഷേ എന്നാലും ചില ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ പെട്ടെന്ന് നമ്മളെ പ്രായം തൊടാതിരിക്കാൻ ആ ഭക്ഷണങ്ങൾ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി ഇവ ഓരോന്ന് വീതം എടുത്ത് അല്പം ഇഞ്ചി ചേർത്ത് ജ്യൂസാക്കി ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. കോശങ്ങളുടെ കേടുപാടുകൾ തീർത്ത് ചർമ്മത്തിന് തിളക്കവും ഓജസ്സും പകരാൻ ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കും കേട്ടോ. ഇതിൽ ഈ ഭക്ഷണത്തിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. പിന്നെ രണ്ടാമത്തത്, ദിവസവും 3 തരം പഴങ്ങളെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. രാവിലെ ഒരു പഴം, ഉച്ചയ്ക്കൊരു പപ്പായ, വൈകിട്ട് ഒരു പേരയ്ക്ക എന്ന രീതിയിൽ ഭക്ഷണത്തിന് 2 മണിക്കൂർ മുമ്പോ 2 മണിക്കൂറിന് ശേഷമോ പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയ എള്ള്, ബദാം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. തവിടോട് കൂടിയ ധാന്യങ്ങളിൽ ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട്. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ നാരങ്ങ, നെല്ലിക്ക, പച്ചിലക്കറികൾ ഇവയും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ. നാലാമത്തത്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ ചർമ്മത്തിലെ ജലാംശം നിലനിർത്താൻ നമ്മളെ സഹായിക്കും. ധാരാളം നാരുകളുള്ള കടല, പയർ ഇവയും ചർമ്മത്തിന് നല്ല ഗുണം ചെയ്യുന്ന കേട്ടോ. മധുരവും മൈദയും ചെറുപ്പത്തിൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ മധുരം പരമാവധി ഒഴിവാക്കുക. ജങ്ക് ഫുഡ് ഉണ്ടല്ലോ, അതും പിന്നെ ബേക്കറി പലഹാരങ്ങളും തീർത്തും ഒഴിവാക്കുക. ദിവസവും 10 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുന്നുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഈ വക ഇത്രയും നിസ്സാരമായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നൊന്നും നമ്മളെ പ്രായം തൊടാതെ നമുക്ക് യങ്ങായിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മടിക്കേണ്ട, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. അതുവരേക്കും ബായ്.